നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നീറുന്ന ഒരു വേദനയായി നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയപ്പോൾ അവസാനം നമുക്ക് ലഭിച്ച ഒരു ആശ്വാസത്തിൻ്റെ തുരുത്താണ് അഭിവന്ദ്യ ജോസഫ് പാമ്പ്ലാനി പിതാവ്. കാരണം നിങ്ങൾക്കറിയാൻ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് പ്രിയ പിതാവേ, നമ്മുടെ പ്രോട്ടോസിഞ്ചുലൂസ് പ്രിയ ബഹുമാനപ്പെട്ട ജിമ്മി പുച്ചുകാട്ടച്ച, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയ സഹോദര വൈദികരെ, രാഷ്ട്രീയ പ്രമുഖരെ, പ്രിയ സന്നിസ്ഥരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ അങ്കമാലിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രതിഷേധാഗ്നി ഇങ്ങനെ കത്തി ഉയരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം, അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്ന സിസ്റ്റർ മേരി ദീപ്തിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ഉൾക്കൊള്ളുന്ന ഈ കോൺഗ്രിഗേഷൻ ഈ അതിരൂപതയിൽ ജനിച്ച ഒരു കോൺഗ്രിഗേഷനാണ്. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് എളവൂരിലുള്ള മാളിയേക്കൽ കുടുംബാംഗമാണ് മേരി ദീപ്തി സിസ്റ്റർ. സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അഭിവന്ദ്യ പാമ്പ്ലാനി പിതാവിൻ്റെ തലശ്ശേരി രൂപതാംഗമാണ്. അങ്ങനെ പാമ്പ്ലാനി പിതാവ് 2 രൂപതയും ആയി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ 2 മുറിവുകൾ പിതാവിന് ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മുറിവുകൾ അത് ദൈവത്തിൻ്റെ വഴിയാണ്. കാരണം രക്തസാക്ഷികളുടെ നിണം വീണ് വളർന്ന ഒരു സഭയാണ് ക്രൈസ്തവ സഭ. അപ്പോൾ ആ രക്തസാക്ഷികളെ സഭയ്ക്ക് നൽകിയിട്ടുള്ള റാണി മരിയെയും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റർ വത്സയെയും ഒക്കെ നമ്മൾ ഓർക്കുന്നു. അവരുടെ പാതയിലാണ് ഈ മേരി ദീപ്തി സിസ്റ്ററും ഈ വന്ദന ഫ്രാൻസിസ് സിസ്റ്ററും. പ്രിയമുള്ളവരെ, നമ്മുടെ ചങ്ക് പിടയ്ക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. എന്നെ മാധ്യമങ്ങളെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുമ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവം നമുക്കറിയാം. ബജ്രംഗ് ദൾ എന്ന് പറയുന്ന റാണി മരിയ സിസ്റ്ററെ കൊന്ന ഒരു സംഘടനയാണത്. അത് ഈ സംഘ് പരിവാറിന്റെ പോഷക സംഘടനയാണ്. അതിന് ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഞാൻ വിവരിക്കുന്നില്ല, അതിനുള്ള വേദിയല്ല ഇത്. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ഹൈന്ദവ രാജ്യം ഇവിടെ കെട്ടിപ്പടുക്കുക. അപ്പോൾ അതിലേക്ക് ലക്ഷ്യം വെച്ച് അതിൻ്റെ പോഷക സംഘടനകൾ എല്ലാവരും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി കാണിച്ചു കൂട്ടുന്ന വികൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ജനാധിപത്യ രാജ്യത്തിൽ, ഈ മതേതര രാജ്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മനസ്സ് നീറുന്നതും. അപ്പോൾ ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അന്ന് നടന്ന സംഭവത്തിൽ നമുക്കറിയാം, ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ ബജ്രംഗ് ദൾ പ്രവർത്തക ആ സിസ്റ്റേഴ്സിന്റെ കൂടെയുള്ള പെൺകുട്ടികളെ കരണത്തടിക്കുന്നുണ്ട്. അങ്ങനെ കരണത്തടിച്ച് പെൺകുട്ടികള് അവർ യഥാർത്ഥത്തിൽ പറയേണ്ട മൊഴിയൊന്നുമല്ല കൊടുത്തത്. അവരെ ഭീഷണിപ്പെടുത്തിയ മൊഴിയാണ് FIR-ലുള്ളത്. എന്നിട്ട് ഈ കുട്ടികളെ റിലീസ് ചെയ്തു. നമുക്കറിയാം, വന്ദന സിസ്റ്ററും മേരി ദീപ്തി സിസ്റ്ററും അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യനുമാണ് അല്ലെങ്കിൽ പുരുഷനുമാണ് ജയിലിൽ. മറ്റ് 3 കുട്ടികളെ പറഞ്ഞയച്ചു. അവർ വീടുകളിൽ ചെന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒരു പത്രപ്രവർത്തകൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? അവർ നിരപരാധികളാണ്, അവരെ വിട്ടയക്കണം. കാരണം ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ ക്രൂരയായ സ്ത്രീ ഞങ്ങളുടെ കരണത്തടിച്ചപ്പോൾ, ഞങ്ങളെ ദേഹോപദ്രവം ചെയ്തപ്പോൾ ദീപ്തി സിസ്റ്ററും വന്ദന സിസ്റ്ററും പറഞ്ഞത്, ഞങ്ങളുടെ ഈ മക്കളെ നിങ്ങൾ തല്ലരുത്, ഞങ്ങളെ തല്ലിക്കോളൂ. പ്രിയമുള്ളവരെ, അതാണ് സിസ്റ്റേഴ്സിന്റെ മനസ്സ്. ഞങ്ങളുടെ കുട്ടികളെ തല്ലരുത്, ഞങ്ങളെ തല്ലിക്കോളൂ എന്ന് പറയുന്ന ആ ആർജവമുണ്ടല്ലോ, അത് ക്രിസ്തുവിന്റെ ആർജവമാണ്. അതാണ് ആ സിസ്റ്റേഴ്സ് ഇന്ന് അവിടെ ജയിലിൽ കിടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യം ഓർക്കണം. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് 4 സഹോദരിമാരുണ്ട്, എൻ്റെ അമ്മയുണ്ട്,
എനിക്ക് കിട്ടുന്ന വെറും 250 രൂപ കൊണ്ട് എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്നത് 250 രൂപയാണ്. നിങ്ങൾ നോക്കണം, ഛത്തീസ്ഗഡ് പുരോഗമനം, മേക്ക് ഇൻ ഇന്ത്യ, ഇതൊക്കെ പറയുന്ന ഈ സംസ്ഥാനങ്ങൾ, ഏത് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം നമുക്കറിയാം. അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ കൂലി പാവപ്പെട്ടവന് കിട്ടുന്ന 250 രൂപയാണ്. അത് ആ 250 രൂപയിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജോലി, ഒരു മാസം 10,000 രൂപ, അക്കോമഡേഷൻ, ഭക്ഷണം, എൻ്റെ കുടുംബത്തെ പുലർത്താനായിട്ടുള്ള വക എനിക്ക് കിട്ടുന്നറിഞ്ഞപ്പോൾ ഞാൻ ബോധപൂർവം എൻ്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി പോയതാണ്. അതുകൊണ്ട് അവർ നിരപരാധികളാണ്. അവർ ഞങ്ങൾ രക്ഷിക്കാൻ വന്ന മാലാഖമാരാണ്. ആ മാലാഖമാരെയാണ് നിങ്ങൾ ജയിലിൽ തുറങ്കിൽ അടിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, മാലാഖമാരായിട്ട് നമ്മുടെ പെങ്ങന്മാർ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ എത്ര സിസ്റ്റേഴ്സ്, പെങ്ങന്മാർ, അനുജിത്തിമാർ, ചേച്ചിമാർ ഈ ഉത്തരേന്ത്യയിൽ ഇവിടെ ഷിജോ മാത്യു സൂചിപ്പിച്ചതുപോലെ നരക തുല്യമായിട്ട് ജീവിക്കുന്ന ഈ പുരോഗമന രാജ്യം, നമ്മൾ പുരോഗതിയെ കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ പറയുന്നതിന് എന്തുമാത്രം പൊളിവചനമാണിത്. പൊളിവചനം. അത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാരുൾപ്പെടെ അവിടെ പോയി. ഞാൻ തൊട്ട് പോരുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അങ്കമാലിയുടെ MLA റോജി മാത്യുവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്നറിയോ, 53 സിസ്റ്റേഴ്സിനെ ഇന്നലെയും കണ്ടു, ഈ ദിവസങ്ങളിലൊക്കെ കണ്ടു. ഇവിടെ മഞ്ജു ഇരിക്കുന്നുണ്ട്, ഇവരുടെ കുടുംബക്കാരും അവിടെ ഉണ്ട്. അപ്പോൾ പറയും, എല്ലാ ദിവസവും ഞങ്ങൾ പോയി സന്ദർശിച്ചു വച്ച 53 ജയിൽവാസികൾ ഒറ്റ മുറിയിൽ കിടന്നുറങ്ങുന്ന രംഗം, ചങ്ക് തകർക്കുന്ന രംഗമാണ് പ്രിയമുള്ളവരെ. അത് അവർക്ക് വേണ്ടിയിട്ടാണ്, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. മതം നോക്കാതെ, ജാതി നോക്കാതെ, ആദിവാസിയാണോ ദളിതനാണോ ഒന്നും നോക്കാതെ മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ച സന്യാസിനികൾ എത്രയോ പേരുണ്ടെന്നറിയോ? അവർക്ക് ഇവിടെ കുടുംബത്തിൽ ഒന്നും കഴിക്കാനില്ലാത്തവരൊന്നുമല്ല. അവർ നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നും സുന്ദരമായിട്ട് ജീവിക്കാവുന്ന സാഹചര്യങ്ങളുള്ളവരാണ്. എന്നിട്ടും അവർ പോയിരിക്കുക ഈ ചെളിക്കുണ്ടിലേക്ക്. എന്തിനാണ്? ഈ മേക്കിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ മേക്കിംഗ് ഹ്യൂമൻ ബീയിങ്, അതാണ് മേക്കിംഗ് ഹ്യൂമൻ ബീയിങ്. ദൈവം, ഈശ്വരൻ സൃഷ്ടിച്ച മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണം. വിശുദ്ധ ഇരണീവൂസ് പറയുന്നത് പോലെ സജീവനായ മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം. The glory of God, the man fully alive. എവിടെയൊക്കെ മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്നുവോ, എവിടെയൊക്കെ മനുഷ്യന് കുഷ്ഠം ബാധിച്ചിരിക്കുന്നുവോ, എവിടെയൊക്കെ മനുഷ്യന് അന്ധത, ബ്ലൈൻഡ് സ്കൂൾ, നീർപ്പാറയിലെ, അതുപോലെ തന്നെ കാളകെട്ടി, ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ASMI സിസ്റ്റേഴ്സ് നടത്തുന്ന അങ്ങനെ എത്രയോ സിസ്റ്റേഴ്സ് മനുഷ്യനല്ലാതായി മാറുന്നിടത്ത് ഈ മാലാഖമാർ ചെന്ന് പ്രവർത്തിക്കുന്നു. ആ മാലാഖമാരെയാണ് ഇവർ നരകത്തിയിലേക്കാക്കുന്നത്. പക്ഷേ ഞങ്ങൾ പിന്മാറുകയില്ല, ക്രൈസ്തവർ പിന്മാറുകയില്ല. ഈ സുവിശേഷവൽക്കരണത്തിന്റെ മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും കൊന്നു കുഴിച്ചു മൂടിയാലും ക്രൂശിതനായ കർത്താവ് അന്ന് കാൽവരി മലയിൽ 3 ആണികളിൽ തൂങ്ങി മരിച്ച ക്രിസ്തുവാണ് ഞങ്ങളുടെ രക്തം. ആ രക്തം ഉണ്ടെങ്കിൽ ഇവിടത്തെ ക്രൈസ്തവർ ഇനിയും മനുഷ്യരെ മനുഷ്യനാക്കുന്ന പ്രക്രിയ തുടരും എന്ന് ഈ സർക്കാരുകളോടെല്ലാം പറഞ്ഞു. ഇവിടെ സർക്കാരുകൾ ഏത് ഭരിക്കുന്നതല്ല, ജനാധിപത്യം, മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്തിന്റെ ഭരണാധികാരികൾ കണ്ണു തുറക്കണം. വെറുതെ അതും ഇതും പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ സിസ്റ്റർ മേരി ദീപ്തിയോടും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും അവർ ഇന്ന് രാത്രി ആ 53 പേരോടൊപ്പം ആ നിലത്ത് കൊതുകടി കൊണ്ട് പായിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ, പ്രിയ സിസ്റ്റർ ദീപ്തി, പ്രിയ സിസ്റ്റർ വന്ദന, ഞങ്ങൾ ഉറങ്ങുന്നില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ജയ് ക്രൈസ്റ്റ്. താങ്ക് യു.